ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെപ്പോളിയൻ ബോണപാർട്ടിനെ കുറിച്ചാണ്. ലോകചരിത്രത്തിൻ്റെ ഏടുകളിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ഒരു അധ്യായമാണ് നെപ്പോളിയൻ ബോണപാർട്ടിൻ്റേത്. അസാധ്യമായി ഒന്നുമില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച നെപ്പോളിയൻ ബോണപാർട്ട് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ യോദ്ധാക്കളിൽ ഒരാളാണ് അദ്ദേഹം. ഫ്രഞ്ച് റവല്യൂഷൻ്റെ ശിശു, ദ ചൈൽഡ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നെപ്പോളിയൻ ജനിക്കുന്നത് കോഴ്സിക്ക എന്ന ദ്വീപിലാണ്. ഫ്രഞ്ച് ചക്രവർത്തിമാർ കോഴ്സിക്ക ആക്രമിച്ച് കീഴടക്കിയതോടെ അത് ഫ്രാൻസിൻ്റെ ഭാഗമായി മാറി. നെപ്പോളിയന് ഫ്രാൻസിലെ മിലിറ്ററി കോളേജിൽ പഠിക്കാനുള്ള അവസരം ലഭിച്ചു. 1785 അദ്ദേഹം ആർമിയിൽ പ്രവേശിക്കുന്നു. ഈ സമയത്താണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. വിപ്ലവകാരികളോട് വളരെ അനുകമ്പയുള്ളൊരു പട്ടാളക്കാരനായിരുന്നു നെപ്പോളിയൻ. 1793 തൻ്റെ 24-ാമത്തെ വയസ്സിൽ അദ്ദേഹം പബ്ലിക് സേഫ്റ്റി കമ്മിറ്റിയിൽ ഒരു ബ്രിഗേഡിയർ ജനറൽ സ്ഥാനത്തെത്തുന്നു. ഫ്രാൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അദ്ദേഹം പങ്കെടുത്ത യുദ്ധങ്ങളെല്ലാം വിജയത്തിലെത്തുന്നു. 1798 അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഫ്രഞ്ച് പട്ടാളം ഈജിപ്ത് ആക്രമിക്കുന്നു. ഈജിപ്തും ബ്രിട്ടനും കീഴടക്കുന്നതോടെ അവർക്ക് ഇന്ത്യയെ കീഴ്പ്പെടുത്താനാവുമെന്ന് നെപ്പോളിയൻ വിശ്വസിച്ചു. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനെ പുറന്തള്ളണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ഈജിപ്തിൽ നിന്ന് ഇവർക്ക് പരാജയം വാങ്ങേണ്ടി വന്നു. ഈ സമയത്ത് ഫ്രാൻസിൽ ഡയറക്ടറി സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. 5 ഡയറക്ടർമാർ ചേർന്നൊരു ഭരണമാണ് ഇക്കാലത്ത് ഫ്രാൻസിലുണ്ടായിരുന്നത്. നെപ്പോളിയനെ സ്ഥാനത്തിൽ നിന്ന് പുറത്താക്കാൻ ഡയറക്ടർമാർ തീരുമാനിക്കുന്നു. നെപ്പോളിയൻ ഇതിനെ ഒരു അവസരമാക്കി കണ്ടുകൊണ്ട് ഫ്രാൻസിൽ ഒരു വലിയ മിലിറ്ററി അട്ടിമറി നടത്തുന്നു. 1799 നെപ്പോളിയൻ അധികാരം പിടിച്ചെടുക്കുന്നു. ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രാൻസിൽ കൊണ്ടുവന്നു. വിപ്ലവത്തിന് ശേഷം വന്ന 4ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷനായിരുന്നു ഇത്. ഇതിലൂടെ ഒരു കോൺസുലേറ്റ് സിസ്റ്റം ഫ്രാൻസിൽ നിലവിൽ വന്നു. ഇതിൻ്റെ തലപ്പത്ത് 10 വർഷത്തേക്ക് കോൺസിൽ എന്ന പേരിൽ നെപ്പോളിയൻ അധികാരത്തിൽ വന്നു. ഒരുപാട് പരിഷ്കാരങ്ങൾ ഫ്രാൻസിൽ നെപ്പോളിയൻ കൊണ്ടുവന്നു. അയൽ രാജ്യങ്ങളുമായി ഒരു താൽക്കാലിക സന്ധിയിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. ജനങ്ങളുടെ വലിയ പിന്തുണ നെപ്പോളിയന് ലഭിച്ചു. 1802 പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നു. മരണം വരെ ഫ്രാൻസിൻ്റെ കോൺസിലായി തുടരുമെന്ന തീരുമാനം അദ്ദേഹം കൊണ്ടുവന്നു. 99% ജനങ്ങൾ നെപ്പോളിയനെ പിന്തുണച്ചു. രാജ്യത്തിന് ഒരു ഇമ്പീരിയൽ രീതിയിലുള്ള ഒരു രാജഭരണമാണ് വേണ്ടതെന്ന് നെപ്പോളിയൻ മനസ്സിലാക്കുന്നു. 1804 അദ്ദേഹം ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി മാറുന്നു. ചൈൽഡ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ശിശു എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കാരണം ഫ്രഞ്ച് റവല്യൂഷൻ നടന്നതുകൊണ്ടാണ് ഒരു സാധാരണക്കാരൻ ഫ്രാൻസിൻ്റെ ഭരണാധികാരിയായി മാറിയത്. ചില ചരിത്രകാരന്മാർ അദ്ദേഹത്തെ ഫ്രാൻസിൻ്റെ അന്തകൻ എന്ന